നമസ്കാരം. കോട്ടയം തിരുവാതിക്കലിലെ ഇരട്ട കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിയായിട്ടുള്ള അമിത് ഉറാങ് പിടിയിലാകുമ്പോൾ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ പുറത്തുവരുന്ന പ്രാഥമിക നിഗമനമനുസരിച്ച് മുൻവൈരാഗ്യം തന്നെയാണ് കൊലപാതകത്തിലേക്ക് ഈ പറയുന്ന അമിത്തിനെ നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ അതിക്രൂരമായി തന്നെയാണ് ഇത് ഇന്നലെയും തുടങ്ങിയിട്ടുള്ള പകയല്ല, കുടുംബമടക്കം ഇത് കാരണം നഷ്ടമായി എന്നാണ് അമിത് പറയുന്നത്. എന്നിരുന്നാലും പോലീസ് ഇത് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. അതിക്രൂരമായി തന്നെയാണ് ഈ പറയുന്ന വിജയകുമാറിനെ ഭാര്യയായിട്ടുള്ള ഡോക്ടർ മീരയും താൻ കൊലപ്പെടുത്തിയത് എന്ന് പ്രതി പറയുന്നുണ്ട്. പിടിക്കപ്പെടാതിരിക്കാൻ പല രീതിയിലുള്ള കള്ളങ്ങളും അവൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കേരള പോലീസിന്റെ സൈബർ വിങ് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് പല കേസുകളിലും നമ്മൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ പ്രതിയെ കുടുക്കാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ വരുന്നത്? സൈബർ വിങ്ങിന്റെ സല്യൂട്ട് തന്നെ കൊടുക്കണം. പക്ഷെ അപ്പോഴും സൈബർ വിങ് ഇപ്പോഴും മേഘ അടക്കമുള്ള പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സുഗാന്തനെ കണ്ടെത്താൻ സൈബർ വിങ് എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല നടത്തുള്ള അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇനി ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയതാണോ എന്നറിയില്ല. എന്തായാലും അതൊക്കെ മാറ്റിവെക്കാം. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ CBI നമുക്ക് തുടക്കം മുതൽ തന്നെയുള്ള ഒരു ദുരൂഹത എന്ന് പറയുന്നത് കൊലപാതകയെ പിടികൂടി ഇനി കൊലപാതകം നടത്തിയതാണോ, അതായത് ഈ മകന്റെ ഒരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇന്നും തെളിയാത്ത ഒരു സംഭവം ഉണ്ടല്ലോ വിജയകുമാറിന്റെ മകന്റെ. അപ്പോൾ ആ ഒരു കേസുമായി ഇതിന് ബന്ധമുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് CBIയുടെ റിപ്പോർട്ട് അത് രാവിലെ തന്നെ പുറത്തു വരുന്നത് മകന്റെ മരണവുമായി ഈ ഒരു വിഷയത്തിൽ പ്രശ്നം, അതായത് ഈ ഒരു കൊലപാതകത്തിന് ബന്ധമില്ല എന്ന് CBI റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു കാര്യം കൂടി ക്ലിയർ ആവുമ്പോൾ ഈ 23 വയസ്സുകാരനായ അമിത് ഉറാങ്ങിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ വന്നെത്തുകയാണ്. ലക്ഷപ്രഭു ആയിട്ടുള്ള വിജയകുമാറിന്റെ കൊലപാതകത്തിന്, അതും അരുംകൊല എന്ന് തന്നെ പറയാം, ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മുഖത്തേക്ക് നെഞ്ചിലേക്ക് ചാടിയിരുന്നു കൊണ്ട് മുഖത്തേക്ക് ആഞ്ഞു വെട്ടുകയായിരുന്നു. കോടാലി ഉപയോഗിച്ച് ആഞ്ഞു വെട്ടുകയാണ് ഉണ്ടായിരുന്നത്. ഇത് കണ്ട തൊട്ടടുത്ത് കിടന്ന ഭാര്യ ഡോക്ടർ മീര എഴുന്നേറ്റപ്പോൾ, പക്ഷെ അപ്പോഴും കുറച്ചില ദുരൂഹതകളുണ്ട്. ആദ്യഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞത് ആ മൃതശരീരം ഹാളിൽ കിടന്നു എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ പറയുന്നത് ഉറങ്ങുന്നതിനിടയിലാണ് രണ്ടുപേരെയും കൊന്നതെന്നാണ് പറയുന്നത്. ഇനി മരണത്തിന് ശേഷം ഇവർ വലിച്ചിഴച്ചുകൊണ്ട് ഹാളിലേക്ക് ഇട്ടതാണോ എന്നറിയില്ല. അല്ലെങ്കിൽ അത് ശ്വാസം മുട്ടിച്ച് ആദ്യം കൊല്ലുകയും പിന്നീട് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അവിടേക്കെത്തി വീണ്ടും കൊന്നതാണോ എന്നറിയില്ല. എന്തായാലും ഇന്നും വീണ്ടും വീട്ടിലേക്ക് എത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്തും. ഇന്നലെയും വീട്ടിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇന്ന് നമുക്കറിയേണ്ടത് ഇതൊരു കൊലപാതകം ആസൂത്രണം ചെയ്തൊരു കൊലപാതകമാണെങ്കിൽ, അതായത് വ്യക്തിപരമായിട്ടുള്ള പകയുടെ പേരിലല്ല, മറിച്ച് സാമ്പത്തികപരമായും ബിസിനസ് പങ്കാളികളാണ് കൊലപാതകം നടത്തിയിട്ടുണ്ട് എങ്കിൽ X ആണ് ഇപ്പോഴും, അതായത് ആകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മകളായിട്ടുള്ള ഇപ്പോൾ US-ലുള്ള മകൾക്ക് കൂടി ജീവന ഭീഷണി ഉണ്ട്, ഏത് നിമിഷവും അവിടെയും ഒരു മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കൂടിയാണ് പറയുന്നത്. പക്ഷെ പോലീസ് ഇപ്പോൾ നൽകുന്നത് അത്തരം ചിന്തകളൊന്നും വേണ്ട, അത്തരം വഴിക്ക് കേസ് അന്വേഷണം നടത്തുന്നില്ല, അമിത് ഒറാങ്ങിലേക്ക് തന്നെ കാര്യങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു ദുരൂഹത എന്ന് പറയുന്നത് അമിത് ഈ പറയുന്ന പോലെ തന്നെ ബുദ്ധിപരമായി തന്നെ അവിടുത്തെ നായ്ക്കളെ ബോധരഹിതരാക്കി, ചെറിയ ഗേറ്റ് കടന്ന് മതിൽ ചാടി അകത്ത് കടക്കുന്നു. മധ്യഭാഗത്തായി 2 വശത്തായി തുറക്കുന്ന വാതിൽ, അതിന്റെ 2 വശത്തായി 2 ജനലുകളും ഉണ്ട്. അതാണ് ഒരു വാതിൽ യൂണിറ്റ് എന്ന് പറയുന്ന, ഒരു ശ്രീവത്സം വീട്ടിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഡോറിന്റെ യൂണിറ്റ്. അതിൽ ആ വാതിൽ, അതായത് ഈ ജനലിനകത്തേക്ക് ചവിട്ടി നിന്നുകൊണ്ട് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച്, കൈകൊണ്ട് തന്നെ തുറക്കാൻ കഴിയുന്ന ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ആ കൊളുത്തെടുക്കുകയും അതിന് മുകളിൽ ചാടിക്കയറി നിന്നുകൊണ്ട് ഒറ്റ കുറ്റി മാത്രമേ ഇടുകയുള്ളൂ. ഇത്രയും വലിയ ആഡംബര വീടാണ്, ഇത്രയും വലിയ ലക്ഷങ്ങളൊക്കെ തന്നെ ഉള്ളിലുള്ള ഒരു പക്ഷെ ഒരു വീടായിരിക്കണം. ഒരു പക്ഷേ 16 ക്യാമറകളുടെ ഒരു സമാധാനത്തിൽ ഉറങ്ങിയിരുന്ന വിജയകുമാറിന്റെ ആ വലിയ വീട്ടിൽ ഒരൊറ്റ കൊളുത്തിലാണ് എല്ലാം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആ കൊളുത്ത് അഴിക്കുന്നു, അകത്തേക്ക് കടക്കുന്നു, തിരിച്ചു വീണ്ടും കൊലപാതകം നടത്തിയതിനു ശേഷം അതുവഴി തന്നെ ഇറങ്ങി വരുന്നു. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് ചെയ്ത ഈ പറയുന്ന കൊലപാതകയ്ക്ക് ഹാർഡ് ഡിസ്ക് എടുത്ത് കളയാനും മറന്നില്ല. എടുത്ത് 500 മീറ്റർ അകലെ ഒരു തോട്ടിൽ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഡോക്ടർ മീരയുടെ ഡെഡ് ബോഡി കിടന്നതിന്റെ അടുത്ത് തന്നെ, മൃതശരീരത്തിന് അടുത്ത് തന്നെയാണ് ഈ കൊലയ്ക്കായി ഉപയോഗിച്ച കൊടുവാൾ അല്ലെങ്കിൽ ആ പറയുന്ന കോടാലി ഉപേക്ഷിച്ച് പോകാനും കഴിഞ്ഞു. ഇവരുടെ മൊബൈൽ ഫോൺ എടുത്ത് എറിയുകയും ചെയ്തു. തൊട്ടടുത്തുള്ള 200 മീറ്റർ അപ്പുറമുള്ള മറ്റൊരു തോട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. അതും ലഭിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഇത്രയും ബുദ്ധിപരമായി നീങ്ങിയ ഈ ഒറാങ്ങിന് എന്തുകൊണ്ട് കോടാലി അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ്.
കോടാലിൽ നിന്നുള്ള വിരലടയാളമാണല്ലോ ഇയാളിലേക്ക് നമ്മളെ എത്തിച്ചത്, ഇയാളാണ് പ്രതി എന്നതിലേക്ക് എത്തിച്ചത്. ഇതില് മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഈ പറയുന്ന അമിത്തിന്റെ ഭാര്യയും ആ വീട്ടിൽ ഈ ഒരു ഇന്ദ്രപ്രസ്ഥം അവരുടെ ഭാഗമായിട്ടുള്ള ഈ ഓഡിറ്റോറിയമാണ്, ഹോട്ടലാണ്, അവരുടെ വീട്ടിലടക്കം ഭാര്യയും അവിടെ നിന്നുകൊണ്ട് തന്നെ ജോലി ചെയ്തിരുന്നു. നിയമപരമായി ഭാര്യയല്ല, വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷെ ഇയാൾ ഭാര്യയാണ്, തന്റെ ഭാര്യയാണെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. ഇവർ ഗർഭിണി കൂടിയായിരുന്നു. 5.5 മാസം മുൻപ് ഈ പറയുന്ന പോലെ തന്നെ ഫോൺ മോഷണം പോയ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ ജയിലിൽ അടച്ചപ്പോൾ ഈ ഭാര്യ ഗർഭിണിയായിരുന്നു. ഇയാൾ ജയിലിൽ അടയ്ക്കുകയും ഇയാൾ മോഷ്ടാവാണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ ഇയാളുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയും ഗർഭം അലസിപ്പിക്കുകയും ഒക്കെ തിരിച്ച് നാട്ടിലേക്കും പോയിരുന്നു, ഗർഭം അലസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇത് മാനസികമായി ഈ 23-കാരനെ തളർത്തി എന്നുള്ളതാണ്. അതായത് ജീവൻ തുല്യം സ്നേഹിച്ച ഈ പെൺകുട്ടി ഈ ഒരു കാരണത്താൽ, കാരണം അത്രയും നല്ല വെടിപ്പുള്ള സ്വഭാവമൊന്നും അല്ല ഇയാളുടേത്. കാരണം മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിലും 2.5 ലക്ഷം രൂപ പണം തട്ടിയെടുത്ത കേസിലുമാണല്ലോ അകത്ത് പോയിരിക്കുന്നത്. അതായത് മോഷണം പിന്നെ സാമ്പത്തിക തട്ടിപ്പായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അവർ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നല്ല സ്വഭാവം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പെൺകുട്ടി ഉണ്ടായിരുന്നിട്ട് ഇയാൾ കൂടെ ജീവിച്ചു പോരുന്നത്. പക്ഷേ ഇയാൾ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഇനി മറ്റാരെങ്കിലും എന്തെങ്കിലും ഉപദേശിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ആർക്കും അറിയാത്ത രീതിയിൽ വിജയകുമാർ ഈ പെൺകുട്ടിയോട് പെരുമാറുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവ വികാസം നടന്നിട്ടുണ്ടോ എന്നറിയില്ല. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഈ പറഞ്ഞ പോലെ തന്നെ മൊഴിയിൽ അയാൾ പറഞ്ഞ മൊഴിയിൽ ഒരു പക്ഷെ പറയുമായിരുന്നിട്ടുണ്ടാകണം. ഇല്ലെങ്കിൽ തന്റെ പെൺകുട്ടിക്ക് ഭാര്യയ്ക്ക് കളങ്കം വരുമെന്ന് പേടിച്ച് അയാൾ ഇനി പറയാതിരിക്കുന്നതാണോ എന്നും അറിയില്ല. എന്തായാലും പല ദുരൂഹതകൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പോലീസ് ചോദിക്കുന്നുണ്ട്, വേറൊന്നും അവിടുത്തെ മോഷണം പോയിട്ടില്ല, ഈ പറയുന്ന ഹാർഡ് ഡിസ്ക് മാത്രമാണ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് എന്ന് കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സാധനം. പോലീസ് അതെ മൊബൈൽ ഫോണും. അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് മറ്റൊന്നും അവിടെ നിന്ന് പണം ഉണ്ടായിരിക്കാം, സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരിക്കാം, അതൊന്നും എന്തേ മോഷ്ടിക്കാതെ ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള പണം തനിക്ക് വേണ്ട എന്നാണ്. അങ്ങനെയുള്ള പണം തനിക്ക് വേണ്ട, അത്തരത്തിൽ മോഷ്ടിച്ചിട്ട് ഒരു കൊലപാതകം നടത്തിയിട്ടുള്ള പ്രതിയാണ് പറയുന്നത്, അങ്ങനെയുള്ള പണം തനിക്ക് വേണ്ട. അന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ച് 2.5 ലക്ഷം രൂപ മോഷ്ടിച്ചതിനുള്ള കാരണം എന്ന് പറയുന്നത് തനിക്ക് ന്യായമായ പണമാണത്രേ. കറക്റ്റ് ഒന്നും വിജയകുമാർ ശമ്പളം താൻ എടുക്കുന്ന പണിക്ക് ശമ്പളം കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിൽ അന്ന് പണം മോഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് എല്ലാത്തിനും ഒരു വെൽ പ്ലാനിങ് ഉണ്ട്. അതെ അതെ. പക്ഷേ ഈ കൊലപാതകത്തിൽ മറ്റാരും ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ എന്നാലും ഇയാളുടെ സഹോദരന്, അതായത് തൃശ്ശൂരിൽ നിന്നുമാണല്ലോ പിന്നീട് ഇയാളെ കോഴി ഫാമിൽ നിന്നും, അതിന് മുൻപ് തന്നെ കൊലപാതകം നടക്കുന്നതിന് 3 ദിവസം മുന്നേ തന്നെ കോട്ടയത്തെ ഒരു ലോഡ്ജിൽ നിന്ന് 23 നമ്പർ റൂമിൽ ഇയാൾ 3 ദിവസം മുന്നേ തന്നെ റൂം എടുത്തിരുന്നു, അതിനകത്ത് താമസിച്ചിരുന്നു. ഈ സഹോദരൻ ഇതിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു. കൊലപാതകം നടന്നതിന് ശേഷവും ഇവിടേക്കാണ് പോകുന്നത്. മറ്റൊരു സൂചന അല്ലെങ്കിൽ മറ്റൊരു ദുരൂഹത ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്, ഈ DVR കളഞ്ഞ ഹാർഡ് ഡിസ്ക് ഉപേക്ഷിച്ച ആ തോടുണ്ടല്ലോ, ആ തോടിന് വക്കില് ഒരുപാട് തെരുവ് നായ്ക്കൾ ഉണ്ടായിരുന്നു. ആ തെരുവ് നായ്ക്കൾ എന്ന് പറയുന്നത് പുറത്തുനിന്ന് ആരെയും അകത്തേക്ക് കടത്തില്ല, ആര് വന്നാലും കുറച്ച് അവരെ പേടിപ്പിച്ച് ഓടിപ്പിക്കുന്ന നായ്ക്കളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നാട്ടുകാർക്ക് വളരെ സമാധാനമായിരുന്നു. കാരണം പുറമേ മറ്റാൾക്കാരൊന്നും വരില്ലല്ലോ, പിന്നെ തോടിന് വക്കിലാണ്, ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്. അങ്ങനെ ഇപ്പോൾ മദ്യപാന സംഘമൊക്കെ വരികയോ അല്ലെങ്കിൽ അനാശാസ്യ പ്രവർത്തനം നടത്തുന്ന പലരും അവിടെ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളുള്ളതാണ്, പെൺകുട്ടികളുള്ളതാണ്, സ്ത്രീകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ നായ്ക്കൾ അവർക്ക് വലിയ സുരക്ഷിതരായിരുന്നു. അപ്പോൾ അവിടെയുള്ള നാട്ടുകാരൊക്കെ ഈ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചോറ് കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഈ സംഭവം ഉണ്ടാകുന്നതിന് 3 ദിവസം മുൻപ് ഈ നായ്ക്കളെ ആരോ വന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. അതായത് ഇവർ പറയുന്നത് വെച്ചാൽ നഗരസഭയിൽ നിന്ന് ചിലപ്പോൾ ബന്ധീകരണത്തിനായി ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാറുണ്ടല്ലോ, അല്ലെങ്കിൽ നായ്ക്കളെ ഇങ്ങനെ തെരുവ് നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോകുന്ന അങ്ങനെ ആ ഘട്ടത്തിൽ പിടിച്ചുകൊണ്ട് പോയതെന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നത് അതിലും എന്തോ സംശയമുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു DVR നശിപ്പിക്കാനായി തോടുള്ള കാര്യം ഇവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം 3 വർഷമായി ജോലി ചെയ്യുന്നെങ്കിൽ വീടിനടുത്തേക്ക് തോടുണ്ടെന്ന് അവർക്ക് എന്തായാലും അറിയാം. അങ്ങനെ ഈ നായ്ക്കൾ അവർക്ക് ശല്യമാണ് എന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണം ഈ നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോയത് എന്ന് നാട്ടുകാരിൽ ഒരാൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചാനലിലേക്ക് പ്രതികരണം നടത്തിയിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിയാണ്, അത്തരമൊരു സംഭവം ഉണ്ടെന്ന്. കാരണം ഈ നായ്ക്കളെ മയക്കാനായിട്ടുള്ള എന്തോ വിദ്യ അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ഇയാളുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും മുന്തിയ ഇനം നായ്ക്കൾ പോലും, വിജയകുമാറിന്റെ വീട്ടിലെ നായ്ക്കൾ പോലും മയങ്ങിപ്പോയത്. അപ്പോൾ അത്തരം സംഭവം ഒരുപക്ഷെ ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അവിടെ ആ റൂട്ട് ക്ലിയർ ആക്കാൻ വേണ്ടി നായ്ക്കൾ കൂട്ടത്തോടെ കുരയ്ക്കുമ്പോൾ എന്തായാലും അല്ല ഒരാളെങ്കിലും ഇറങ്ങി നോക്കാതിരിക്കില്ല രാത്രി. അപ്പോൾ അതെല്ലാം കൂടെ മുൻകൂട്ടി കരുതിയിട്ടായിരിക്കണം നായ്ക്കളെ നേരത്തെ പിടിച്ചുകൊണ്ട് പോയത്. അതിലും ഈ ഒറാങ്ങിന്റെ ഇയാളുടെ അമിത് ഒറാങ്ങിന്റെ പങ്കുണ്ടോ എന്ന് നാട്ടുകാർ പറയുകയാണ്. അത് അന്വേഷിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരുടെ ചില സംശയങ്ങളിൽ എന്തായാലും ചിലപ്പോൾ കഴമ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. ആ വഴിക്ക് പോലീസ് അന്വേഷണം നടത്തിയിട്ടെന്നാണ് വ്യക്തമാകുന്നത്. ഇതിൽ ഈ ഫോണിന്റെ അതിനെ കുറിച്ചിട്ടും ഈ അമിത് ഭയങ്കരമായിട്ട് സെർച്ച് അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. കാരണം
ഈ മൊബൈൽ ഫോണായിട്ട് അമിത്തിന്റെ കയ്യിൽ എത്രയോ ഫോണുണ്ട്, 10 സിം കാർഡുകളുണ്ട്, അത്തരത്തിൽ ഉപയോഗിക്കുന്നതാണ്, മാറി മാറി ഉപയോഗിക്കാൻ, പിടിക്കപ്പെടാതിരിക്കാൻ. ഇൻസ്റ്റാഗ്രാം ഒരു ഹരം, അത് പറയുന്നുണ്ട്. നമുക്കിപ്പോ ഒരു പെഗ് അടിച്ചില്ലെങ്കിൽ കൈ വിറയ്ക്കുമെന്ന് പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ കയറില്ലെങ്കിൽ കൈ വിറയ്ക്കുന്ന സ്വഭാവക്കാരനാണ്. അതിപ്പോ പല കുട്ടികൾക്കും ഉണ്ട്, പല യുവാക്കൾക്കും ഉണ്ട്. യുവജനങ്ങൾക്കിടയിൽ ഇതൊരു സ്ഥിരം ഒരു രോഗമായി മാറിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിക്കും ആ ഒരു രോഗം തന്നെയാണ് ഇയാളെ പിടികൂടിയത്. അത് ഏകദേശം വരുന്നത് മുഹൂഞ്ച് മനോജ് അങ്ങനെ എന്താണ് ഇൻസ്റ്റാഗ്രാം ID എന്ന് തോന്നുന്നു. മനോജ് ഒറാങ് 0.05 എന്തോ ആണ്. അതായത് മനോജ് ഒറാങ് 05 എന്ന പേരിലുള്ള ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ആണ്. 7 തവണ മാറ്റിയിട്ടുണ്ട് ഈ പേര്. 62ഓളം പോസ്റ്റുകൾ പങ്കിട്ടിട്ടുണ്ട്. 1082 ഫോളോവേഴ്സ് ഉണ്ട്. 2060 പേരെ പിന്തുടരുന്നുമുണ്ട് ഇയാൾ. പ്രതിയുടെ പക്കൽ നിന്ന് 8 സിമ്മാണ് പിടികൂടിയത്. 5 മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അമിത് നടത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് മൊബൈൽ ഫോൺ, സ്വന്തം ഫോൺ ഓഫ് ചെയ്തു. ശരി, അതിന്റെ ഇടയിൽ ഒരു തവണ ഒരു തവണ എന്തോ സഹോദരനെ വിളിച്ചു. അവിടെ എത്തിയിട്ട് ഇന്ന സ്ഥലത്തോട്ട് വരുന്നുണ്ടെന്ന് അറിയാൻ സഹോദരനെ വിളിച്ചു. അതിനുശേഷം അവിടെ എത്തിയിട്ട് ട്രാക്ക് ചെയ്യാതിരിക്കാൻ സ്വന്തം നെറ്റ് പോലും ഉപയോഗിക്കാതെ സുഹൃത്തിന്റെ അവിടെ എത്തിയിട്ട് സുഹൃത്തിന്റെ വൈഫൈ ഉപയോഗിച്ചിട്ട് മറ്റേ ഗൂഗിൾ അക്കൗണ്ട്, അതുവഴി നമുക്ക് ഈസി ആയിട്ട് പോലീസിന് അത് ട്രാക്ക് ചെയ്യാൻ അറിയാം. ഗൂഗിൾ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഡീആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ച സമയം തന്നെ പോലീസ് അവിടെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് പിന്നെയാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുറന്നത്. അത് തന്നെയാണ്, കാരണം പോലീസ് ഇവിടെ നോക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രതിയെ കണ്ടെത്താൻ അല്ലാതെയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാൽ ഈ മൊബൈൽ ഫോൺ എന്തായാലും തീർച്ചയായിട്ടും അത് ഓൺ ചെയ്യുമെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അത് പോലീസ് പിടിക്കപ്പെടാതിരിക്കാനുള്ള നീക്കമാണ് നടത്തിയത്. പക്ഷെ അവിടെ ഓൺ ചെയ്തപ്പോഴേക്കും പോലീസ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, പിടികൂടുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ ഇത്രയും ഹൈടെക്കാർ വിദഗ്ധ സംഘം നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് പറയുന്ന 23-കാരനെ അറിയാതെ പോയി എന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും ഒരു പൂർണ്ണമായിട്ട് ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല. പോലീസ് പറഞ്ഞ പോലെ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു മുൻവൈരാഗ്യം തന്നെയാണോ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ്. എന്നാലും അതിലും എന്തോ ഈ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയോ സംതിങ് ദയർ എന്ന് പറയുന്ന പോലെ തന്നെ എന്തൊക്കെയോ ഇനിയും ഒളിപ്പിക്കുന്ന പോലെ ഒരു ഫീല് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ വൈരാഗ്യത്തിന്റെ പുറത്ത് ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് വന്നു ചേരേണ്ട പണമാണ്, അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി കൊലപാതകം നടത്തുമോ, തന്നെ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ കുടുക്കിയെന്ന പേരിൽ കൊലപാതകം നടത്തുമോ എന്നുണ്ട്. ഒരു പക്ഷെ കൊലപാതകം നടത്താനുള്ള സാധ്യതയുമുണ്ട്. ഈ പറയുന്ന പോലെ നമ്മുടെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ നമ്മൾ പറഞ്ഞതാണല്ലോ, നമുക്കും അതായത് സാധാരണക്കാർ ചിന്തിക്കുന്ന പോലെയല്ല ഇവർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു വാർത്ത വന്നപ്പോൾ അതിന് താഴെ മൊത്തം കമന്റുകൾ ആളുകൾ പറയുന്നുണ്ട് ഇവരെയൊക്കെ എത്രയും വേഗം ഇവിടുന്ന് അടിച്ചു ഓടിക്കണം എന്നുള്ളത്. ഈ ഒരുപാട് ആളുകളാണ് മറ്റുള്ള സ്ഥലത്ത് പോയിട്ട്, നമ്മൾ ഇന്നലെയും പറഞ്ഞു, അവിടെ ഓരോ ക്രൈംസ് നടത്തിയിട്ട് കുട്ടികളെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോക്സോ കേസൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടാണ് സുഖമായിട്ട് ജീവിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഇവർക്ക് പണിയുണ്ട്, താമസിക്കാൻ സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ള സ്ഥലമുണ്ട്. ഏതായാലും ഈ കമന്റൊക്കെ വന്നിരുന്നത് ഇവരൊക്കെ ഇവിടുന്ന് അടിച്ചു ഓടിക്കണം, ഇവിടെയുള്ള അനധികൃതമായിട്ട് ഇത്തരത്തിൽ ഇവിടെ താമസിക്കുന്ന ആളുകളെയൊക്കെ. കാരണം അതിക്രൂരമായിട്ട് ഇവരുടെ ഒരു കൊല്ലുന്ന ഒരു പാറ്റേൺ തന്നെ നോക്കുക, വളരെ ക്രൂരമായിട്ടാണ് ഇവരെ കൊല്ലുന്നത് എന്നുള്ളത്. പല ആളുകൾക്ക് അങ്ങനെ ഒരു കമന്റ് കൂടെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇനിയിപ്പോ ഒരു പെട്ടെന്നൊന്നും ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമല്ല. കാരണം എല്ലായിടത്തും ഉണ്ട്. കേരളത്തിന്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ഗ്രാമങ്ങളിൽ വരെ അവിടെ വരെ ഇപ്പോൾ ഇവര് പണിയെടുക്കുന്നുണ്ട്. ഇവരൊക്കെ അവിടെ ഒരു വീടെടുത്ത് ഇവര് റെന്റിന് നിൽക്കുന്നുണ്ട്, എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. മലയാളം അടക്കം ഇവരിപ്പോൾ നമ്മളെയൊക്കെ അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ നെല്ല് കുത്താനും പുഞ്ചേരി കതിർ വെക്കാനും അടക്കം എല്ലാരെയും പറയല്ല, നല്ല രീതിയിൽ അവിടെ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ നമുക്ക് അതിനിടയിൽ നിന്ന് ആരാണ് ഇവരുടെയൊക്കെ സ്വഭാവം എപ്പോൾ മാറും, നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുടെ പോലും സ്വഭാവം നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ. ഇന്നലെയും ഒരു കൂസലില്ലാതെയാണ് പോലീസിന് മൊഴി നൽകിയതും. ഇത്രയും ക്രൂരമായി ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ അകത്ത് പോയതും, അല്ലെങ്കിൽ പുറത്ത് ഔട്ട് ഹൗസിലുള്ള കത്തിയെടുത്ത് കടാര എടുത്തതും കുത്തി തുറന്നതും അകത്ത് കയറിയതും പുറത്തിറങ്ങിയതും ഒക്കെ ഒരു കൂസലുമില്ലാതെ വളരെ കൂളായിട്ടാണ് അയാൾ പറഞ്ഞു കൊടുത്തിരുന്നത് പോലീസിന്. തീർച്ചയായും ഇയാൾ ഒളിപ്പിക്കുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. CBIനെ എന്തോ ഒരു ധൃതി പിടിച്ച് ഈ പറയുന്ന പോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പോലെ ഒരു തോന്നലുണ്ട്. അങ്ങനെ ഇപ്പോൾ ആണെങ്കിൽ എന്തായാലും മൃതശരീരം ഇപ്പോൾ മോർച്ചറിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. US-ലുള്ള മകള് നാട്ടിലെത്തിയതിനു ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുകയുള്ളൂ. ഒരുപക്ഷെ ഇതൊരു കൊലപാതകം, അതായത് വ്യക്തിപരമല്ലാത്ത നേരത്തെ സൂചിപ്പിച്ച പോലത്തെ മറ്റെന്തെങ്കിലും വൈരാഗ്യമുള്ള കൊലപാതകമാണെങ്കിൽ ആ മകളുടെ ജീവനും ആപത്താണെന്നുള്ളതാണ്. പോലീസ് കൃത്യമായ സംരക്ഷണം ഈ ഒരു കുടുംബത്തിന് ഏർപ്പെടുത്തിയേ കഴിയൂ. കാരണം ഇനിയിപ്പോൾ ഏർപ്പെടുത്തിയിട്ട് കാര്യമില്ല, രണ്ടുപേര് മാത്രമാണ് ഉള്ളത്. മകൾ എന്തായാലും ഇനി നാട്ടിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല.
ഒരു പക്ഷേ ഈ ലക്ഷപ്രഭുവായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ ഇനി എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട്. പെട്ടെന്നുള്ള മരണമായതിനാൽ തന്നെ അദ്ദേഹം മറ്റെങ്കിലും കണ്ടിരുന്നോ കേട്ടിരുന്നോ എന്ന് അറിയില്ല. അതായത് സ്വത്തുക്കൾ എഴുതി വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. ഒരു പക്ഷേ ഇതൊരു ആസൂത്രിതമായിട്ടുള്ള ഈ ഒറാങ് എന്ന് പറയുന്ന ഇയാളുടെ വ്യക്തിപരമല്ലാത്ത ഇയാളെ ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും നടത്തിയ കൊലപാതകമാണ് എന്നുണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ഇതൊക്കെ കെട്ടടങ്ങിയതിനു ശേഷം 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന മരണപ്പെട്ടവരുടെ സ്വത്തിന്മേൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാത്രം ഒരുപക്ഷെ ഒളിഞ്ഞിരിക്കുന്ന കൊലപാതകി ഉണ്ട് എങ്കിൽ പുറത്തു വരാനുള്ള സാധ്യതയുമുണ്ട്.